പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കുറച്ച് ഫ്ലിപ്കാർട്ട് ഫൈൻഡിങ്സ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനും അതോടൊപ്പം അതിന്റെ പ്രൈസും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കിച്ചണിലേക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടിയ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ആദ്യം തന്നെ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഇത് വെയിങ് സ്കെയിൽ ആണ്. ഇതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ബേക്കിങ്ങും അതുപോലെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്നാക്സ് ഒക്കെ തയ്യാറാക്കുമ്പോഴാണെങ്കിലും കറക്റ്റ് മെഷർമെന്റിലൊക്കെ നമ്മൾ എന്തെങ്കിലും തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെയിങ് സ്കെയിൽ ഒരു അടുക്കളയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴും നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതോടൊപ്പം കേബിളും അതുപോലെ ബാറ്ററിയും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മാക്സിമം 10 kg വെയിറ്റ് വരെയാണ് ഇതിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കിച്ചണിലേക്ക് നമുക്ക് അതിൽ കൂടുതലൊന്നും ആവശ്യം വരാറില്ലല്ലോ. അപ്പൊ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിന്റെ റേറ്റ് ഞാൻ വാങ്ങിച്ചപ്പം 456 രൂപയായിരുന്നു കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഈ ഐറ്റം വേണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, കയറി നോക്കിയോളൂ കേട്ടോ. ഇതിന്റെ വർക്കിംഗും വളരെ ഈസിയാണ്. അപ്പൊ കേബിൾ കണക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഓൺ ഓഫ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ മതി, വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ബൗളിലൊക്കെയാണ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ബൗൾ വെച്ചതിന് ശേഷം 0യിലേക്ക് ആക്കുക വെയിറ്റ്. അതിനുശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട് മെഷർമെന്റ് കിട്ടും. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു വെയിങ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ഐറ്റം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ്. നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ്. അപ്പൊ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയിരുന്നേ. ഇതിന്റെ ലിഡിന്റെ ഒരു ബ്ലൂ കളർ ആണ് കേട്ടോ ഇതിനെ അട്രാക്റ്റീവ് ആക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഇതൊരു 10 പീസിന്റെ സെറ്റ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നമുക്ക് ഗ്രോസറീസ് മാത്രമല്ല, നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ് കേട്ടോ. ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത് 550 ml ആണ്. ഇതിന്റെ തന്നെ വലിയ കണ്ടെയ്നേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ 10 എണ്ണത്തിൽ കൂടുതലായിട്ടും നമുക്ക് ഈ കണ്ടെയ്നേഴ്സ് കിട്ടും. അതുപോലെ ഇതിന്റെ കളർ വേരിയേഷനും കിട്ടും കേട്ടോ. ബ്ലാക്ക് കളർ, വൈറ്റ് കളർ ലിഡ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഞാനിത് വാങ്ങിയത് 275 രൂപയ്ക്കാണ്. അപ്പൊ ആ ഒരു റേറ്റിന് ഇത് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിയ റേറ്റ് ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റേറ്റ് ഒക്കെ നോക്കിയതിനു ശേഷം നിങ്ങൾ വാങ്ങിക്കണം. അപ്പൊ ഈ സിനമൺ സ്റ്റിക്ക് ഒക്കെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അല്ലേ. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. അപ്പൊ ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി പ്രൊഡക്റ്റ് കിട്ടുന്ന ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നേ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ തേർഡ് ഐറ്റം എന്താന്ന് കണ്ടാലോ. അപ്പൊ ഞാൻ മൂന്നാമതായിട്ട് വാങ്ങിച്ചത് ഒരു സിലിക്കോന്റെ റീയൂസിബിൾ ആയിട്ടുള്ള സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഇലാസ്റ്റിക് കവർ ലിഡ് ആണ്. അപ്പൊ ഇതിന്റെ മെയിൻ ഒരു പർപ്പസ് നമുക്ക് ലിഡ് ഒന്നും ഇല്ലാത്ത പാത്രങ്ങൾ, ഇപ്പൊ ബൗളോ അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങൾക്ക് നമുക്കിത് ലിഡായിട്ട് യൂസ് ചെയ്യാം. നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് സിലിക്കോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. വാഷ് ചെയ്തതിനു ശേഷം റീയൂസ് ചെയ്യാം. അതുപോലെ നല്ല രീതിക്ക് സ്ട്രെച്ച് ആവും. അപ്പൊ നമ്മുടെ ആ ഒരു ബൗളിന്റെ അല്ലെങ്കിൽ പാത്രത്തിന്റെ സൈസ് അനുസരിച്ച് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഏത് പാത്രത്തിനും യൂസ് ചെയ്യാം. ഞാനിവിടെ 6 എണ്ണത്തിന്റെ ഒരു പാക്കാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ ഈ 6 സെറ്റില് നമുക്ക് ചെറുത് തൊട്ട് വലുത് വരെയുണ്ട്. എല്ലാം വേറെ വേറെ ഇഞ്ചസിലുള്ളതാണ്. അപ്പൊ നമുക്ക് ചെറിയ പാത്രങ്ങൾ മുതൽ വലിയ പാത്രങ്ങൾ വരെ കവർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാനിവിടെ വാങ്ങിച്ചേക്കുന്നത് പിങ്ക് ഷെയ്ഡിലുള്ള കവർ ലിഡ്സ് ആണ് കേട്ടോ. അപ്പൊ വേറെ വേറെ കളറിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച് വാങ്ങിക്കോളൂ. അപ്പൊ ഞാൻ ഇത് വാങ്ങിയത് 128 രൂപയ്ക്കാണ്. അപ്പൊ ആ ഒരു പ്രൈസിന് ഇത് നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ഞാൻ ബൗളിലൊക്കെ എന്തെങ്കിലും ഐറ്റംസ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം സാധാരണ അടപ്പുകളെക്കാട്ടും ഇതാവുമ്പോൾ നല്ല ക്ലോസ് ആയിട്ട് നല്ല എയർടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഞാൻ വാങ്ങിയ ഫോർത്ത് ഐറ്റം കാർബൺ സ്റ്റീലിന്റെ ഒരു ബ്രെഡ് മൗൾഡ് ആണ്. ഇതിൽ നമുക്ക് കേക്കും ബ്രെഡും ഒക്കെ തയ്യാറാക്കാം. ബേക്കിംഗ് ചെയ്യുന്നവർക്കും ഇഷ്ടമുള്ളവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ്. ഇതിൽ നമുക്ക് ബ്രെഡ് ഒക്കെ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് മാർബിൾ കേക്കും മറ്റ് കേക്ക്സ് ഒക്കെ ഇതിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആയിരുന്നു, നല്ല സ്ട്രോങ് ആയിരുന്നേ. ഈ ഒരു പാക്കിൽ 2 എണ്ണമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിയത് 270 രൂപയ്ക്കാണ്. അപ്പൊ ആ ഒരു റേറ്റിന് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു റേറ്റിന് കിട്ടിയപ്പം ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ക്വാളിറ്റി കൊള്ളാവോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത് മെയിൻലി ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് മാത്രം പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ ഇത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഇനി നമുക്ക് 5th ഐറ്റമിലേക്ക് പോകാം. അപ്പൊ ഞാൻ വാങ്ങിയ 5th ഐറ്റം ബോറോസിലിക്കേറ്റിന്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ബേക്ക്വെയർ ഡിഷ് ആണ്.
അപ്പൊ ഇതൊരു ബേക്കിംഗ് ഡിഷാണ്. നമുക്ക് പുഡിംഗ് ഒക്കെ തയ്യാറാക്കാനും നമുക്ക് ബേക്കിങ്ങിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസിന്റെ ഒരു ഡിഷാണ്. അപ്പൊ ഞാനിത് പുഡിംഗ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയേക്കുന്നത്. അപ്പം പുഡിംഗ് ഒക്കെ നല്ല രീതിക്ക് സെർവ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് 1000 ml ആണ് കേട്ടോ. അതുപോലെ നല്ല സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. റെക്ടാംഗിൾ ഷേപ്പിന്റെ ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിലും കൂടുതൽ കപ്പാസിറ്റിയുടെ പുഡിംഗ് ട്രേ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ആവശ്യമാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നോക്കി വാങ്ങിച്ചോളൂ. ഇതിന്റെ റേറ്റ് വരുന്നത് 260 രൂപയാണ്. അപ്പൊ ഈ ഒരു റേറ്റിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. ഇനി ഞാൻ വാങ്ങിയ സിക്സ്ത് ആൻഡ് ലാസ്റ്റ് ഐറ്റം ഒരു ഫ്രിഡ്ജ് കണ്ടെയ്നർ ആണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ ഫ്രിഡ്ജ് കണ്ടെയ്നർ ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പം ഇത് നമ്മൾ നേരത്തെ മീൽ പ്രിപ്പറേഷൻ പ്ലാൻ ഒക്കെ ചെയ്യുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ നമുക്ക് വലിയൊരു ഫംഗ്ഷൻ ഒക്കെ വരുവാണെങ്കിലും നമുക്ക് നേരത്തെ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയോ വെളുത്തുള്ളി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നേരത്തെ നമ്മൾ റെഡിയാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാനായിട്ട് വളരെ ഉപകാരമുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ ഈ ഒരു സ്റ്റോറേജ് ബോക്സിൽ നമുക്ക് 6 കമ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ പിറ്റേ ദിവസം ഫുഡ് തയ്യാറാക്കാനായിട്ട് തലേദിവസം തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കി വെക്കുന്നവർ കാണും. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് നമുക്കൊരു കറിക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ചോപ്പ് ചെയ്ത് ഈ ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സിൽ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഇത് നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇരുന്നോളും. നെക്സ്റ്റ് ഡേ നമുക്കിപ്പോൾ കറിയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുത്ത് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 172 രൂപയാണ്. അപ്പൊ ഈ ഒരു എമൗണ്ടിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച അഫോർഡബിൾ ആയിട്ടുള്ള കിച്ചൺ വെയർ ഐറ്റംസ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.